എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയും കാർത്തികയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം അങ്ങോട്ട് മാറുവാണ്. പിന്നീട് രണ്ടുപേരും കൂടെ മുഖം മറയ്ക്കുവാണ്. ആ സമയം വിക്രം കയറിയിട്ട് നേരെ കൈ കഴുകാനായിട്ട് അങ്ങോട്ട് പോയി. ആ തക്കം നോക്കി നേരെ ബില്ലും മേടിച്ച് പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടെ. അവൻ കണ്ടോന്ന് നോക്കി, ഇല്ല കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെ ഇതായിരിക്കില്ല അവസ്ഥയെന്ന് രണ്ടുപേർക്കും അറിയാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി മുഖം മറച്ചങ്ങോട്ട് വരുന്ന സമയത്താണ് ബാലണ്ണൻ അവിടെ നിൽക്കുന്നത്. കൃത്യം ബാലണ്ണന്റെ മുന്നിലേക്കാണ് ചെന്ന് പെട്ടുപോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ബാലൻ ചോദിച്ചു, ആഹാ ഇതെന്താ രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കണ്ട. ഇത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തിക് എന്ത് മറുപടി പറയാൻ നടത്തില്ല. അല്ല ഇത് മറ്റേ പ്രകാശിന്റെ ആദ്യ ഭാര്യയല്ലേ, ഇവരുമായിട്ട് കാർത്തിക് മോൾക്ക് എന്താ ബന്ധം എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് ഇവരുടെ ആദ്യ കൺസ്ട്രക്ഷൻ വർക്ക് ഞാനായിരുന്നല്ലോ ഏറ്റെടുത്തേ, അതുകൊണ്ട് എന്ന് പറയണം. ഓ അത് പ്രകാശം പറഞ്ഞ് വിട്ടെന്നാണല്ലോ പറഞ്ഞേ, ഇപ്പൊ അത് വേറെ ആർക്ക് കൊടുത്തെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ നിങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയെന്ന് ചോദിക്കാം. അല്ല സംശയം കൊണ്ട് ചോദിച്ചാൽ നാളെ കല്യാണമാണല്ലോ പ്രകാശിന്റെ, അപ്പൊ അതുകൊണ്ട് കാർത്തിമോൾ ഇവരുമായിട്ട് കറങ്ങി നടക്കുന്ന കണ്ടാൽ ചിലപ്പോ പ്രകാശിനെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അതെ ഈ കാര്യം ഇനിയിപ്പൊ പ്രകാശിനോട് പോയി പറയാനൊന്നും പോകണ്ടെന്ന് പറയണം. കാർത്തിക പറഞ്ഞു, ശരിയാ, ഒരു കാരണവശാലും ഇനിയിപ്പം പ്രകാശനോടോ അല്ലെങ്കിൽ വിക്രത്തിനോടോ പറയാൻ പോണ്ടെന്ന് പറയാം. എനിക്ക് മനസ്സിലായി, അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം ചിലപ്പം മുടങ്ങുമായിരിക്കില്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ. ഏ കല്യാണം മുടങ്ങുന്നുള്ള പേടിയൊന്നും കാണത്തില്ല. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, ബാലണ്ണം പറഞ്ഞു, ഒരുപക്ഷെ പ്രകാശിന് പേടി കാണുമായിരിക്കും കല്യാണം മുടങ്ങുമോ എന്നുള്ള. കാരണം നാളെയല്ലേ ആ മംഗളം മുഹൂർത്തം നടക്കാനായിട്ട് പോകുന്നേ. തൽക്കാലത്തേക്ക് ഞാനൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ശത്രുവാണല്ലോ പ്രകാശിന്റെ, അപ്പൊ കാർത്തിമോൾ എങ്ങനെ ഇവരുടെ കൂടെ കൂടി എങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് കാർത്തിക ലക്ഷ്മിയോട് പറഞ്ഞു, അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണീനെ ഒന്ന് വിളിക്കാന്ന് പറയണം. കല്യാണി എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരുമായിരിക്കും എന്ന് കരുതിയിട്ട് പിന്നെ കല്യാണിയെ വിളിക്കുവാണ്. അങ്ങനെ അവര് കല്യാണിയെ വിളിച്ചു കഴിഞ്ഞിട്ട് കല്യാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് വന്നു. കല്യാണിയുടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് കാർത്തി പറഞ്ഞു, ജസ്റ്റ് മിസ്സാണ്, കണ്ടായിരുന്നെങ്കിലോ. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ബാലണ്ണനല്ലേ, ബാലണ്ണൻ പാവ, ബാലണ്ണൻ അറിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ബാലണ്ണൻ നമ്മുടെ ആളാ, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ പ്രകാശൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്നൊക്കെ ആണെങ്കിൽ എനിക്ക് കഞ്ഞിക്കകത്ത് വെറും വറ്റു മാത്രം ഇട്ടിരുന്ന് നടന്ന സമയമായിരുന്നു, ഇട്ട് തന്നിരുന്ന സമയം. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരിക്കുന്ന സമയത്ത്, വിശന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ബാലണ്ണൻ എനിക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. വിക്രത്തിന് അച്ഛൻ അങ്ങനെ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ബാലന് എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഈ പറയുന്ന ബാലനും ഒരു വയ്യാത്തൊരു മോളൊക്കെ ഉണ്ട്, വയ്യാതിരിക്കുക. ഞാനും ഇടയ്ക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കത്തുള്ളൂ എന്ന് പറയാം. ഞാൻ പറഞ്ഞ ബാലനെ അനുസരിക്കും. ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന വിക്രത്തിനോട് നമ്മളെല്ലാം നിങ്ങളെ കണ്ടെന്നുള്ള കാര്യം പറയാതിരിക്കുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി ബാലനെ കാണാം, പിന്നെ ഞാൻ പറയുന്ന ബാലനെ അനുസരിക്കുള്ളൂ, നമ്മളോടൊപ്പം നിൽക്കുള്ളൂ എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, നേരത്തെ ഒന്നും ചെന്ന് പറയുന്നല്ല. ഒരു പക്ഷേ വിക്രം അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കല്യാണത്തിന് മുമ്പ് ഒരു കാരണവശാലും പ്രകാശൻ അറിയില്ലെന്നാ. കല്യാണത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരിക്കട്ടെ, 2 ദിവസത്തോടെ അവൻ സ്വപ്നം കാണട്ടെ. അങ്ങനെ സ്വപ്നം കണ്ട് കഴിയുമ്പോഴല്ലേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ത്രില്ലില്ലല്ലോ എന്ന് പറയണേ. കാർത്തി പറഞ്ഞു, അത് ശരിയാ. കല്യാണി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം കാർത്തിക പറഞ്ഞു, കല്യാണി പോയി പറഞ്ഞാൽ ബാലനെ ആരോടൊന്നും പറയില്ലായിരിക്കും അല്ലേ എനിക്ക്. ഒന്നും പറയാനൊന്നും പോവില്ലായിരിക്കും എന്ന് പറയണം. പിന്നീട് കല്യാണി നേരെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെ ബാലണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു കാറിൻ്റെ അടുത്ത്. അപ്പൊ വിക്രം അകത്ത് ഫുഡ് കഴിക്കാൻ പോയേക്കല്ലേ. ബാലണ്ണൻ കല്യാണിയെ കണ്ട് ഓടി വരുവാണ്. ആഹാ കല്യാണി മോളെന്ന് ചോദിച്ചോണ്ട്. അല്ല ബാലണ്ണൻ എന്താ ഇവിടെ? ഞാൻ വിക്രത്തിനെ നോക്കി നിൽക്കോ. ഓ മനസ്സിലായി, എന്നോടെ കാർത്തിയേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ്. എന്ത് പറഞ്ഞായിരുന്നു? അല്ല കാർത്തിയേച്ചിനെ ലക്ഷ്മി അമ്മേനെ ഇവിടെ കണ്ട കാര്യങ്ങളൊന്നും അകത്തുള്ള വിക്രത്തിനോട് പറയണ്ടെന്ന് പറയാണ്. അല്ല അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അല്ലെ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു, വിക്രത്തിനോട് പറഞ്ഞോ അവരെ തമ്മിൽ ഒരുമിച്ച് കണ്ടെന്നുള്ള കാര്യം പറഞ്ഞു എന്ന് ചോദിക്കും. ഇല്ല പറഞ്ഞില്ല മോളെ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ഓ രക്ഷപ്പെട്ടെന്ന് കല്യാണി ഓർക്കുവാണ്. എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അത് പിന്നെ അവരെ തമ്മിൽ ഒരുമിച്ച് കണ്ട കാര്യം ഒരു കാരണവശാലും പറയാൻ പോകണ്ടെന്ന് പറയണം. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്താ മോളെ? അത് പിന്നെ ഞാൻ ഇനിയിപ്പം ബാലണ്ണനോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും എന്നെ ഒത്തിരി ചെറുപ്പത്തിൽ സഹായിച്ചിട്ടുള്ള ബാലണ്ണനെ ഈ പറയുന്ന പ്രകാശനേക്കാളും വിക്രത്തിനേക്കാളും കൂടുതൽ എന്നോട് ഇഷ്ടം
ബാലനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് അങ്ങനെയല്ലേ മോളെ, ചെറുതിലെ മുതൽ ഞാൻ കാണുന്നതല്ലേ, ഇത്തിരി ഇല്ലാത്തപ്പോൾ മുതൽ അന്നുള്ള സ്നേഹം നിനക്ക് ഇപ്പോഴും എന്നോടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ അകത്തേക്ക് പോയ വിക്രം ഉണ്ടല്ലോ, അവന്റെ അഹങ്കാരം പള്ളു വർത്താനും സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ജാടയാന്നറിയാം. അച്ഛനും മോനും നിലത്തെങ്ങും അല്ല നിൽക്കുന്നത്. കല്യാണം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എൻ്റെ കല്യാണി മോളെ. എന്ത് ചെയ്യാനെന്ന് പറ. അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രി കുട പിടിക്കുന്നു പറഞ്ഞോലെ രണ്ടെണ്ണം കൂടെ. സഹിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു പരിധിയുണ്ട്. ഇതിൽ അതിനേക്കും അപ്പുറത്താന്ന് പറയണം. പിന്നീട് കല്യാണി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ ബാലണ്ണനോട് മറച്ചു വെക്കുന്നില്ല, ഒരു കാര്യം പറയാന്ന് പറയാം. എന്ത് കാര്യം? ആ കാർത്തിയില്ലേ, കാർത്തിയേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാന്ന് പറയണേ. സ്വന്തം ചേച്ചിയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ, എൻ്റെ സ്വന്തം ചേച്ചിയാന്ന് പറയാം. അതായത് പ്രകാശന്റെ മോളാന്ന് പറയാണ് കാർത്തിയേച്ചി. പ്രകാശന്റെ മോളോ? ഒരു ചങ്കിടിപ്പായിരുന്നു ബാലണ്ണന്റെ നെഞ്ചില്. അപ്പൊ ഈ ലക്ഷ്മിയമ്മ സ്വന്തം അമ്മയാ കാർത്തിയേച്ചിയുടെ. അപ്പൊ ഈ കല്യാണം പ്രകാശൻ ആരെയും കല്യാണം കഴിക്കാൻ നടക്കുന്നേ ഈ ലക്ഷ്മി അമ്മേനെയാന്ന് പറയണം. അപ്പൊ നാളെ കല്യാണം മുടങ്ങും അല്ലേ മോളെ ചോദിക്കാം. കല്യാണം മുടങ്ങും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രകാശനിട്ടുള്ള പണിയാണ് വരാൻ പോകുന്നത്. അതെ, ബാലണ്ണന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ രാജപ്പണൻ. രാജപ്പണൻ പോലും കാര്യങ്ങളൊന്നും അറിയാലോ. പണം കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. തൽക്കാലത്തേക്ക് ഇപ്പൊ അയാൾ അറിയണ്ട. അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആ പ്രകാശ സത്യങ്ങളൊക്കെ അറിയുമെന്ന് പറയാം. ഇല്ല മോളെ, ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. എന്നാലും അവന്റെ അഹങ്കാരത്തിനും ജാടയ്ക്കും ഒരറുതി വരാനായിട്ട് പോവാണല്ലോ. അധികം വൈകാതെ അവന്റെ കാര്യത്തിലൊരു തീരുമാനമാവെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് കല്യാണി പറഞ്ഞു, അതെ അതെ ബാലണ്ണ, അങ്ങനെ ഇന്ന് 2 ദിവസം കൂടെ അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന് പറയാം. എന്നാലും അവന്റെ ഒരു അഹങ്കാരം ചില്ലറയില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ പുറത്ത് നിർത്തിയിട്ട് പോയത് അവന്. അവൻ അത്രയ്ക്ക് വലിയ ജാടയാ. അവൻ LK കൺസ്ട്രക്ഷന്റെ മുതലാളിയാണ് പോലും, MD ആണ് പോലും. അതുകൊണ്ട് അവന്റെ കൂടെ ഞാൻ ചെല്ലുന്ന അവന് കുറച്ചിലാന്ന്. അവന്റെ കുറച്ചിൽ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നാളെയും കൂടെ ഒന്ന് കഴിയട്ടെ എന്ന് പറയാണ്. പിന്നീട് ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറയാണ്. ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ബാലണ്ണൻ എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. പിന്നീട് കല്യാണി അകത്തേക്ക് ഇല്ലുക. കല്യാണി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും വിക്രം അങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഓ നീയോ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു എന്ന് പറയാണ്. അല്ല നീ ഇപ്പൊ എങ്ങോട്ട് എന്തിനാ വന്നേ? ഓ ഞാനിവിടെ അകത്തുണ്ടെന്ന് മിക്കാറും ആ പുറത്ത് നിൽക്കുന്ന ബാലൻ പറഞ്ഞാണോ ഇരിക്കില്ലേന്ന് ചോദിക്കുക. ബാലനോ? നീ എന്താ വിക്രം റെസ്പെക്റ്റിലാ സംസാരിക്കുന്നത്? പിന്നെ അയാളെയൊക്കെ ഞാൻ സാറേന്ന് വിളിക്കാന്നാല് അയാൾ എന്റെ വെറും ജോലിക്കാരൻ മാത്രമാ. അങ്ങനെ വിളിക്കേണ്ട കാര്യം എനിക്കുള്ളെന്ന് പറയാ. എന്നാലും നിനക്ക് നാണം ഉണ്ടാടാ. സ്വന്തം അച്ഛനെ പോലെ തന്നെ കരുതി വീട്ടിൽ വന്നിട്ടിരുന്ന ആളല്ലേ അയാള്. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ആരാ, അയാളിപ്പോൾ ആരാ, നമ്മുടെ വില സ്ഥാനമൊക്കെ നോക്കി വേണം നിൽക്കാനെന്ന് പറയാം. പിന്നെ നീയല്ല സ്ഥാനമാനങ്ങളൊക്കെ നോക്കി നിൽക്കുന്നവൻ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് കല്യാണി ദേഷ്യപ്പെട്ട് അവനും കൂടി ഇഷ്ടപ്പെട്ടില്ല. നീ കൂടുതൽ ആൾ കളിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. ആള് കളിച്ച എന്താടാ, നിനക്ക് ഇത്തിരി ഇത് കിട്ടിയെന്ന് ഓർത്തോണ്ട് നീ വലിയ ആള് കളിക്കൊന്നും വേണ്ട, നീ വലിയ അഹങ്കാരം കാണിക്കേണ്ടെന്ന് പറയോ. ഓ അപ്പം നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നേ? ദേ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് കല്യാണി പറയണം. അവസാനം പറഞ്ഞു, നീയും കൊള്ളാം, നിന്റെ ആ തള്ളയും കൊള്ളാം. എന്നും നിന്റെ തള്ള നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ, എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ദേഷ്യം വന്നു. നീ എന്താടാ പറഞ്ഞേ? സ്വന്തം പെറ്റമ്മേനെ കോടതി വെച്ച് തള്ളി പറഞ്ഞവനാ നീ. നിന്റെ കർണം അടിച്ചു പോയിക്കാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ കോളറിന് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. ഇപ്പൊ തലക്കാലത്തേക്ക് എന്നെ വിട്ടേക്കുവാ നിന്നെ. നീ അധികം നാളിങ്ങനെ സൂക്ഷിച്ച് പാടില്ലടാ, ഈ കല്യാണിയാണ് പറയണേന്ന് പറയാം. പിന്നെ അതെ, ഇനി ഉടനെ തന്നെ ആ LK കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് RS കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടെ ലേക്കും കണ്ടു. RS കൺസ്ട്രക്ഷൻ കമ്പനി പൊട്ടിപ്പാളീസായിപ്പോ. RS കമ്പനി ഇല്ലാതായി പോകുന്ന ആരെ കാഴ്ച കാണാൻ വേണ്ടി തയ്യാറായിട്ടിരുന്നോളാം പറയണം. ഇത് കേട്ടത് കല്യാണി പറഞ്ഞു, ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പുറത്തേക്ക് ഇറങ്ങി കല്യാണി. പിന്നീട് വിക്രം അകത്തേക്ക് വരുവാണ്. അല്ല, വിക്രം പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ബാലണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല സത്യം പറ, നിങ്ങളാണോ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുക. ഞാനെന്തിനു പറഞ്ഞു പറഞ്ഞു? അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ കല്യാണി. എന്നിട്ടോ അവളെന്നെ കുറച്ച് വെല്ലുവിളികളൊക്കെ നടത്തി. ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, അവളെക്കുട്ടുള്ള പണി കൊടുക്കുന്നുണ്ട്. നാളെ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു അവളുടെ കമ്പനിയൊക്കെ പൂട്ടിക്കെട്ടി പാളിസായിപ്പോവും. പിന്നെ LK കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും ബാലണം മനസ്സിൽ പറയാ, നീ സ്വപ്നം കണ്ടോടാ, നിന്റെ അച്ഛനും ഒക്കെ സ്വപ്നം കണ്ടു. ഈ സമയം പറഞ്ഞു, അല്ല പ്രകാശനായിരുന്നെങ്കിലേ എനിക്ക് എന്നെ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചായിരുന്നു പറയാണ്. പ്രകാശനോ? പ്രകാശ് സാറേന്ന് വിളിക്കണ. ഇതേ പണ്ടത്തെ പ്രകാശനൊന്നും അല്ല. നാളത്തെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പ്രകാശം മുതലാളിയാ. സ്വത്തുക്കളൊക്കെ എൻ്റെ അച്ഛൻ്റെ പേർക്ക് വരാനായിട്ടാ പോകുന്നത്. അറിയാലോ, നീയൊക്കെ ഭവ്യതയോട് നിൽക്കണമെന്ന് പറയാ. ഞങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേന് എഴുന്നേറ്റ് എന്നിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ ആവാന്ന് പറയാം. ആണോ? നാളെ മുതൽ ആയിക്കോട്ടെ, നാളെ മുതൽ അങ്ങനെ പറഞ്ഞോളാം വിക്രം എന്ന് പറയണേ. വിക്രം സാറേന്ന് വിളിക്കണമെന്ന് പറയണേ. ശരി വിക്രം സാറേ, നാളെ മുതൽ ആയിക്കോട്ടെ, എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം വലിയ അഹങ്കാരം കാണിച്ചങ്ങ് നിൽക്കുവാണ്.
അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.